ഹലോ ഹായ്. അപ്പോൾ ഞാൻ സ്മിത ആൽവി. ഞാൻ ഇന്ന് നിൽക്കുന്നത് പൊന്മുടിയിൽ ഒരു ഹിഡൻ പ്ലേസ് എന്ന് പറയാൻ പറ്റൂല, പരസ്യമായിട്ടുള്ള ഹിഡൻ പ്ലേസ് എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ ഒരു പ്ലേസിനെ കുറിച്ച്, എല്ലാവരും വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒത്തിരി വട്ടം പൊന്മുടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഈ ഒരു പ്ലേസ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. ഞാനും എൻ്റെ സ്റ്റാഫ്സ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊരു വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അടുത്ത ഹൊറർ മൂവീസിലൊക്കെ വരൂലേ, ഒരു കാട്ടിലേക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള ഒരു ഭീതി നിറഞ്ഞ ഒരു സംഭവമായിട്ടാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് പോയിട്ട് രണ്ട് സൈഡും കാടൊക്കെയാണ്, എപ്പോൾ വേണോ എന്തൊക്കെ വരാം. ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു പാമ്പൊക്കെ കാണും, സൂക്ഷിച്ചു പോകണം എന്നൊക്കെയാണ് അവിടുന്ന് ഗാർഡുകളൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇവിടെ പ്രൊഹിബിറ്റഡ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ചെറിയൊരു കുളം എന്തോ ആണെന്ന് തോന്നുന്നു, അപ്പൊ എന്തോ ആണെന്ന് എനിക്ക് അറിയത്തില്ല ശരിക്കും. ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ചെയ്തിട്ട് പുറത്തുനിന്ന് വെള്ളം വരുന്നുണ്ട്. അരുവിയാണ്, കാട്ടരുവിയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അതിനെ അങ്ങോട്ട് തിരിച്ചു വിടുന്ന എന്തോ സംഭവമാണ്. പക്ഷെ ഇവിടെ പ്രൊഹിബിറ്റഡ് ഏരിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കയറി വന്ന സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരടിയുടെ ശല്യമൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് പെണ്ണുങ്ങളൊന്നും അധികം പോണ്ട എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഇതിനകത്തേക്ക് വന്നു, എന്താവും അറിഞ്ഞൂടാ. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഇച്ചിരി പേടി തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം ഇപ്പൊ ടൈം വന്നിട്ട് ഒരു 4:30 ആയിട്ടേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം ക്ലൈമറ്റ് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഭയം തോന്നുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ സ്റ്റാഫൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പേടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. എന്തോ നോക്കി അറിയാം, ഇവിടെ കണ്ടിട്ട് ആകെപ്പാടെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചായിരുന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സ്ഥലം എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാനായിട്ടും തോന്നില്ല, ചെറിയ പേടിയൊക്കെ തോന്നുന്നുണ്ട്. എന്തൊക്കെ ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കണുണ്ട് അല്ലേ പൂർണിമ? യെസ്, അതാണ്, അവൾക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോയേക്കാം. അതെല്ലാം പോട്ടെ, ഞാനിപ്പോൾ പറയാൻ വന്നത് നല്ല മഞ്ഞ് കാലം ആയി തുടങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ സ്കിന്നിൽ വരുന്നുണ്ട്. നല്ല ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കാട്ടാക്കടയുള്ള സലൂണിൽ ഒരുപാട് നല്ല ഓഫേഴ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ക്ലയൻസ് തന്നെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. ബുക്കിങ്ങിലൂടെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അതെല്ലാം യൂസ് ആക്കിക്കോളൂ. ഈ ഒരു സ്ഥലവും ഓർമ്മയിൽ ഇട്ടോട്ടാ. ഇവിടെ പൊന്മുടിയിൽ വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലം എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അത്ര ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ. ആ ഒരു കാടിന്റെ ഒരു മനോഹാരിതയൊക്കെ ശരിക്കും ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴാണ് ശരിക്കും നമുക്കൊന്ന് അനുഭവിക്കാൻ പറ്റുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കൂടാതെ തന്നെ ഓഫേഴ്സും നിങ്ങൾ ട്രൈ ചെയ്യണം. നമ്മൾ പൊന്മുടി വന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ, ബ്രെഡ് ഓംലെറ്റ്, ഇത് കഴിക്കാതെ പോണ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ചൂടുള്ള ഒരു ചായ, ഒരു ബ്രെഡ് ഓംലെറ്റ്, ഓ അന്തസ്, അടിപൊളിയാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇത്.